റെസ്റ്റോറന്റുകളിൽ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കി അത് ഉടനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കുന്നതിനായി റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ചില്ലറിൽ അതുമല്ലെങ്കിൽ ഫ്രീസറിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രീ പ്രിപ്പയർഡ് ഫുഡിന് എങ്ങനെയാണ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം ടാഗിങ് കൊടുക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ടും FSSAIയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ പ്രീ പ്രിപ്പയർഡ് ഫുഡുകൾ ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ അതുമല്ലെങ്കിൽ ചില്ലറിൽ സൂക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഡേറ്റ് ആൻഡ് ടൈം ടാഗിങ് കൊടുത്തിരിക്കണം. FSSAIയുടെ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ്സിൽ അത് പറയുന്നുണ്ട്. പ്രീ പ്രിപ്പയർഡ് ഫുഡ് പ്രൊഡക്ട്സ് ബീയിങ് സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് ഷാൾ ബി ഡേറ്റ് ആൻഡ് ടൈം ടാഗ്ഡ്. അതായത് വെസൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ അടച്ച് റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ചില്ലറിൽ അതുമല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുമ്പോൾ തയ്യാറാക്കിയ തീയതിയും സമയവും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ലേബലിൽ കൊടുത്തിരിക്കണം. പ്രായോഗികമായിട്ട് കൊടുക്കുമ്പോൾ അത് ഭക്ഷ്യവസ്തുവിൻ്റെ പേര്, ഉദാഹരണം ചിക്കൻ ഗ്രേവി ആണെങ്കിൽ ഫുഡ് ചിക്കൻ ഗ്രേവി, ഡേറ്റ് പ്രിപ്പയർഡ് ഇന്ന ഡേറ്റ്, ടൈം പ്രിപ്പയർഡ് ഇന്ന ടൈം, പറ്റുമെങ്കിൽ യൂസ് ബൈ ഡേറ്റ് അല്ലെങ്കിൽ ടൈമും കൂടി അതിൽ കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ സ്റ്റോറേജ് ചില്ലറിലാണോ ഫ്രീസറിലാണോ എന്നതുകൂടി കാണിച്ചാൽ അത് വളരെ ഗുണപ്രദമാകും. ഏറ്റവും കുറഞ്ഞത് ഫുഡിൻ്റെ പേരും ഫുഡ് നെയിമും അതുപോലെ ഡേറ്റ് ടൈം എങ്കിലും വ്യക്തമായിട്ട് കൊടുത്തിരിക്കണം. വെറും ഡേറ്റ് മാത്രം പോരാ, കൃത്യമായിട്ട് ടൈമും കൂടിയും നൽകിയെങ്കിൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ. ഇത് ഫിഫോ അല്ലെങ്കിൽ സ്റ്റോക്ക് റൊട്ടേഷൻ, ഫസ്റ്റ് വെച്ചത് ഫസ്റ്റ് എടുക്കുക എന്ന രീതി, അല്ലെങ്കിൽ ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് റൊട്ടേഷൻ, അതുപോലെ ഫുഡ് സേഫ്റ്റി വെരിഫിക്കേഷൻ, ഷെൽഫ് ലൈഫ് മോണിറ്ററിംഗ് എന്നിവയ്ക്കൊക്കെ ഇത് വളരെയധികം സഹായകരമാകും. ഇനി കുക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റെഫ്രിജറേറ്ററിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കൂളിംഗ് വളരെ പ്രധാനമാണ്. FSSAIയുടെ റിക്വയർമെൻറ്റ് പ്രകാരം 60 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഫുഡ്, അതായത് ചൂടുള്ള ഫുഡ് 21 ഡിഗ്രി സെൽഷ്യസിലേക്ക് 2 മണിക്കൂറിനകവും 21 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അത് 5 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് അടുത്ത 4 മണിക്കൂറിനകവും കൂളിംഗ് പൂർത്തിയാക്കണം. അതായത് നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങളും പരിശോധിക്കുമ്പോൾ വലിയ വെസലുകളിൽ നിറയെ ഇത്തരത്തിൽ ചിക്കനും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നത് കാണാം. അത് പാടില്ല. അത് വലിയ വെസലുകളിൽ ചൂടുള്ള കറിയൊക്കെ നേരിട്ട് റെഫ്രിജറേറ്ററിൽ നിറച്ചു വെക്കുന്നത് നല്ല പ്രാക്ടീസ് അല്ല. ചെറിയ വെസലുകളിൽ അല്ലെങ്കിൽ ഷാലോ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളിൽ ഉപയോഗിച്ച് വേഗത്തിൽ കൂളിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ പ്രാക്ടീസ്.